പാഠം പഠിച്ചില്ലേ കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് ചോദ്യം. ഒരു പാഠവും പഠിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇനി വരും ദിവസങ്ങളിൽ പാഠം പഠിപ്പിക്കാൻ ഒരു തലമുറ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം മധ്യപ്രദേശിലെ ഭോപ്പാലിൽ കർഷകർ വലിയ പ്രതിഷേധത്തിലാണ്. 2000-ഓളം കർഷകർ അവിടെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളുമായി മോഹൻ യാദവ് എന്ന മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. കർഷകരും CJPയും ന്യൂജൻസിയും കൂടി ഒരുമിച്ച് ഒരു പ്രതിരോധ നിര കെട്ടിപ്പടുത്താൽ അതിനെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളൊന്നും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കൈകളിലില്ല. ഇന്ന് അതാണ് ലോക്സഭയിൽ നമ്മൾ കണ്ടത്. ദുർബലമായ പ്രതിരോധമായിരുന്നു ഭരണപക്ഷത്ത് നിന്ന്. JP നദ്ദയുടേതാണെങ്കിലും ശരി, കിരൺ റിജിജുവിൻ്റേതാണെങ്കിലും ശരി, ജിതേന്ദ്ര സിംഗിൻ്റേതാണെങ്കിലും ശരി. ഈ പാഠം പഠിക്കുന്നില്ല എന്ന് പറയാൻ 3 കാരണങ്ങളാണ്. ഒന്ന്, ഇതാ നോക്കൂ, രാജ്യം ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലിൽ, രാജ്യം ഉറ്റുനോക്കുന്ന ഒരു വലിയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി വരുന്ന ഒരു നിയമനിർമ്മാണത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടില്ല. രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അവിടെ ഉത്തരവാദിത്തപ്പെട്ട പ്രധാനമന്ത്രിയോ അവിടെ പോലീസ് ആക്ഷൻ ഉത്തരവാദിയായ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായോ ഇല്ല. ഭയക്കുന്നു. നേരത്തെ പിയാസുനിൽ പറഞ്ഞതുപോലെ അമിത്ഷാ തന്നെ സ്വന്തം താല്പര്യമെടുത്ത് സ്വന്തം വകുപ്പ് കൊണ്ടുവന്ന വന്ദേമാതരവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിക്കാൻ പോലും അമിത്ഷായ്ക്ക് കയറി വരാൻ പറ്റുന്നില്ല. ഈ അമിത്ഷായും ഈ നരേന്ദ്രമോദിയുമാണോ ഭീരുക്കളല്ല, ധീരന്മാരാണ് എന്ന മട്ടിൽ ഇപ്പോൾ പ്രചരണം നടക്കുന്നത്? ആരുടെ മുന്നിലാണ് ഈ കുട്ടികൾ ഈ നേതാക്കൾ തോറ്റുപോകുന്നത്? കുറച്ച് കുട്ടികളുടെ മുന്നിൽ. IC ഘോഷിനെ പോലെ അല്പസമയം മുമ്പ് നമ്മളോട് വന്നിരുന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മുന്നിൽ ഈ പറയുന്ന BJPയുടെ നേതൃനിര കീഴടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇല്ലെങ്കിൽ എവിടെ പാർലമെന്റിൽ അമിത്ഷാ, എവിടെ പാർലമെന്റിൽ പ്രധാനമന്ത്രി? മറുപടി പറയേണ്ട ചോദ്യങ്ങളല്ലേ ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്? എന്ത് ഇഡിയറ്റ് എന്നൊരു വാക്കിനെ ചൊല്ലി മാത്രം സഭയിൽ കുറച്ച് സമയം ശല്യപ്പെടുത്തുക. അപ്പോൾ അതോടുകൂടി പ്രതിപക്ഷ നേതാവിൻ്റെ വായടയ്ക്കാൻ കഴിയുമല്ലോ. പ്രതിപക്ഷ നേതാവ് എപ്പോൾ ശബ്ദിക്കാൻ എണ്ണിച്ചാലും അപ്പോൾ സ്പീക്കറിന് പാർലമെന്റേതര പ്രയോഗം എന്ന മട്ടിൽ ചില കാര്യങ്ങൾ ചട്ടവിരുദ്ധമാണ്, അത് നീക്കണം എന്ന മട്ടിൽ. ഇഡിയറ്റ് എന്ന വാക്ക് അവിടെ കോട്ട് ചെയ്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ സൂചിപ്പിക്കുമ്പോഴാണ് ആ പദപ്രയോഗം വരിക. അല്ലെങ്കിൽ നോക്കൂ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കാര്യം അവതരിപ്പിക്കാൻ പറ്റുക? പാർലമെന്റിൽ ഒരാളെ കോട്ട് ചെയ്ത് പറയുന്നു. വിദ്യാർത്ഥികൾ കോട്ട് ചെയ്ത വാചകമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അവിടെയും തടയാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടാവുന്നു. പക്ഷേ അപ്പോഴും ഈ സർക്കാർ ഒരു പാഠവും പഠിക്കുന്നില്ല. പോയിന്റ് നമ്പർ 1, ആബ്സെൻസ് ഓഫ് പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹോം മിനിസ്റ്റർ. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും അസാന്നിധ്യം ലോക്സഭയിലും രാജ്യസഭയിലും തുടരുകയാണ് എന്നത് തന്നെയാണ്. ഇവരൊരു പാഠവും പഠിക്കുന്നില്ല. ഒരു അക്കൗണ്ടബിലിറ്റിയും അവർ ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഇതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട, പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു നിയമനിർമ്മാണമാണെങ്കിൽ ഈ 2 മന്ത്രിമാരും ഇന്ന് അവിടെ കണ്ടേനെ. ഈ 2 പ്രധാനപ്പെട്ട മന്ത്രിമാരും അവിടെ കണ്ടേനെ. പക്ഷേ സാധാരണ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ, അതും ഒരു പ്രതിഷേധത്തിനൊടുവിൽ ഒരു നിയമനിർമ്മാണ പ്രക്രിയ നടത്തുമ്പോൾ 2 നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാരും, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിമാരും ലോക്സഭയിലില്ല. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഈ വിദ്യാർത്ഥികളെ നേരിട്ടതിൽ അമിത്ഷായ്ക്കുള്ള ഉത്തരവാദിത്വം എണ്ണി പറയുന്നുണ്ട് കേട്ടോ നമ്മളുടെ പ്രതിപക്ഷ നേതാവ്. ആ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയ പോസ്റ്റുകളിട്ടവർക്കെതിരെ പ്രധാനമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര വകുപ്പും അന്വേഷണം നടത്തുകയാണ്, നോട്ടീസ് കൊടുക്കുകയാണ്. പ്രധാനമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവരെന്താണ് പഠിച്ചത്? എന്താണ് CJPയോട് കൊടുത്ത ഉറപ്പ്? ഞങ്ങൾ സമരം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ, ഈ സമരവുമായി ബന്ധപ്പെട്ട് ഒരു നിയമ നടപടിയും സ്വീകരിക്കില്ല. പ്രധാനമന്ത്രിയെ വിമർശിച്ചാൽ നോട്ടീസ് കൊടുക്കുമെന്ന മട്ടിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുമോ, ഈ പ്രധാനമന്ത്രി തന്നെ സ്വയം വിമർശിക്കാത്തതിൻ്റെ പേരിൽ ഒരു കാർട്ടൂണിസ്റ്റിനെ വിളിച്ച്, ശങ്കറിനെ വിളിച്ച് ഡോൺ സ്പെയർ മീ എന്ന് പറഞ്ഞ രാജ്യമാണ് ഇന്ത്യ. ആ പ്രധാനമന്ത്രിയുടെ പേരാണ് ജവഹർലാൽ നെഹ്റു. ആ മനുഷ്യൻ ഭരിച്ച നാട്ടിലാണ് തന്നെക്കുറിച്ച് പ്രതിപക്ഷം അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ചെയ്യാൻ നോട്ടീസ് കൊടുക്കുമെന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. പാർലമെന്റിൽ ഈ കുട്ടികളെ ഭയന്ന്, ചോദ്യം ഭയന്ന് ലോക്സഭയിൽ എത്താതിരിക്കുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ ഒരു പ്രധാനമന്ത്രിയുടെ പേര് ഞാൻ പറയാം, ഇന്ദിരാഗാന്ധി. അടിയന്തരാവസ്ഥ കാലമാണ്, അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയത് ഇന്ദിരാഗാന്ധിയാണ്, സമ്മതിക്കുന്നു. പക്ഷേ അടിയന്തരാവസ്ഥ അവസാനിക്കുന്ന ഘട്ടത്തിൽ 1977 സെപ്റ്റംബർ 5-ാം തീയതി ഇതേ ഇന്ദിരാഗാന്ധിയുടെ പ്രൈം മിനിസ്റ്റർ റെസിഡൻസിൽ അന്ന് സീതാറാം യെച്ചൂരി എന്ന ജവഹർലാൽ നെഹ്റുവിലെ സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റും വിദ്യാർത്ഥികളും കൂടി ഒരു മാർച്ച് ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അവർ ആ ഒരു മെമ്മോറാണ്ടം, ഒരു കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുകയാണ്. പ്രധാനമന്ത്രി വീട്ടിനുള്ളിൽ ഒളിച്ചിരുന്നില്ല. പ്രധാനമന്ത്രി അവിടെ നിന്നിറങ്ങി മറ്റേതെങ്കിലും സ്ഥലത്തൂടെ ഒളിച്ചു മുങ്ങിയില്ല.
ഇന്നത്തെ പ്രധാനമന്ത്രി ചെയ്യുന്നത് പോലെ പാർലമെന്റിൽ വരാതിരുന്നില്ല. പകരം ആ മെമ്മോറാണ്ടം മുഴുവൻ വായിച്ച് കേൾക്കുന്നത് വരെയും ഇന്ദിരാഗാന്ധി വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ സീതാറാം യെച്ചൂരിയുടെ മുന്നിൽ ആ പറയുന്ന മെമ്മോറാണ്ടം മുഴുവൻ വായിച്ചു തീരുന്നത് വരെ, കുറ്റപത്രം മുഴുവൻ വായിച്ചു തീരുന്നത് വരെ നിന്നു. ആ സീതാറാം യെച്ചൂരിയെ തേടി അതിനുശേഷം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് കേട്ടോ, 1977 പിന്നീട് പ്രതികാര നടപടി എന്ന വണ്ണം ഇന്ദിരാഗാന്ധി പോലീസിനെ അയച്ച് അയാളുടെ പ്രസിഡന്റ് പദവി രാജിവെപ്പിച്ചില്ല. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ട ചരിത്രം. അവിടെ നിന്നാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുട്ടികൾ കുറ്റപത്രം വായിക്കുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാകാത്ത, കുട്ടികൾക്ക് വേണ്ടി പാർലമെന്റിൽ ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാവാതെ രാജ്യത്തെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിട്ടുനിൽക്കുന്നത് എന്നതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് ഒരു പാഠവും പഠിക്കാത്ത സർക്കാരാണ് എന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയാമല്ലോ, ഈ ഫേഷ്യൽ റെക്കഗ്നീഷൻ സിസ്റ്റം ഉപയോഗിച്ചതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. ആരാണ് അവകാശം കൊടുത്തത് കേന്ദ്ര സർക്കാരിന് ഈ പറയുന്ന മെറ്റയുടെ ഫേഷ്യൽ റെക്കഗ്നീഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള കണ്ണടകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കാൻ? ആരാണ് അവകാശം കൊടുത്തത്? നമ്മുടെ രാജ്യത്ത് 2026 നവംബർ മാസം 13 ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരിക. അതായത് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയം ഒരു വ്യക്തിയുടെ സ്വകാര്യ അവകാശത്തെ ബാധിക്കുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള റെക്കോർഡിങ്ങും പാടില്ല. പുട്ടമർത്തി കേസ് റൈറ്റ് ടു പ്രൈവസി നമുക്ക് സംരക്ഷിച്ച് നൽകുന്നുണ്ട്. അതിന് എതിരെയാണ്, അതും വിദ്യാർത്ഥിനികളടക്കം അവരുടെ ആ സമരത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ ചിത്രങ്ങൾ അവരുടെ അനുവാദമില്ലാതെ റെക്കോർഡ് ചെയ്യുകയും ആ മെറ്റയിലൂടെ അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് മോണിറ്റർ ചെയ്യാനുള്ള അവകാശം ആര് കൊടുത്തു എന്നുള്ളതാണ്. ഇന്നതിൻ്റെ പേരിൽ നോട്ടീസ് അയച്ചു തുടങ്ങുന്നു. രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ, അതിലൊരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ പേര് ഇന്നഫു ലാബ് എന്നാണ്. ഇന്നഫു ലാബാണ് അവിടുത്തെ ഡൽഹി പോലീസിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫേഷ്യൽ റെക്കഗ്നീഷൻ സിസ്റ്റത്തിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്വകാര്യ കമ്പനി. അതായത് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ദൃശ്യങ്ങൾ ആരിലേക്ക് പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് സ്വകാര്യ വ്യക്തികളിലേക്ക് എങ്ങനെ പോകും? എങ്ങനെയാണ് സ്വകാര്യ വ്യക്തിയിലേക്ക് വിദ്യാർത്ഥികളുടെ ഡാറ്റ വിവരങ്ങൾ കൈമാറാൻ കഴിയുക? ഇത് ബ്രീച്ച് ഓഫ് പ്രൈവസി അല്ലേ? ഇത് ഡാറ്റ ബ്രീച്ച് അല്ലേ? നിലവിൽ അതിനുള്ള നിയമവും ചട്ടവും നവംബർ 13 മാത്രമല്ലേ നിലവിൽ വരൂ. അതിനു മുമ്പ് അരുൺകുമാർ, മാത്രമല്ല ഫേസ് റെക്കഗ്നിഷൻ ടൂൾ വെച്ച് 2800ഓളം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ ഉണ്ട് അവിടെ. അതായത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പോലീസ് കേസ്. അപ്പൊ ആ ഡാറ്റയും എല്ലാവരും ഈ ഡാറ്റ അനലൈസ് ചെയ്യാൻ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റയും അതായത് ഗവൺമെന്റിന്റെ പക്കലുള്ള ഡാറ്റയും ഇവരുടെ ഡാറ്റയും ആധാർ വിവരങ്ങളും ഇവരുടെ ബയോമെട്രിക് വിവരങ്ങളും ഒരു സ്വകാര്യ ഏജൻസി വഴി എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോസസ് ചെയ്യാൻ കഴിയുക? വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? വരും നാളുകളിൽ മറുപടി പറയേണ്ടി വരുന്ന ചോദ്യമല്ലേ? ഒരു പാഠവും പഠിക്കാതെ നിരന്തരം അബദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം. ഈ വിദ്യാർത്ഥികൾ നേരത്തെ ഐസക് ഘോഷ് പറഞ്ഞല്ലോ, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഈ 2014 ശേഷം എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഞാൻ നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള പബ്ലിക് എഡ്യൂക്കേഷൻ സ്കോർ എന്ന് പരിശോധിക്കുകയായിരുന്നു. നമ്മുടെ പബ്ലിക് എഡ്യൂക്കേഷൻ സ്കോർ 100 മാർക്കിൽ ഡെൻമാർക്ക് നിൽക്കുന്നത് 100 പോയിന്റോടുകൂടി 1-ാം സ്ഥാനത്താണ്. സ്വീഡൻ നിൽക്കുന്നത് 99.9 പോയിന്റോടുകൂടി 2-ാം സ്ഥാനത്താണ്. UK 96.8 പോയിന്റ്. നമ്മുടെ നാടിൻ്റെ പോയിന്റ് അറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. എത്രയാണെന്ന് അറിയാമോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ? കഴിഞ്ഞ 2014 മുതൽ ഇങ്ങോട്ട് ഇതുവരെയുള്ള മോദി സർക്കാരിൻ്റെ കീഴിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല ആർജിച്ചെടുത്ത നേട്ടങ്ങളെക്കുറിച്ച് ഘോരഘോരം പ്രഭാഷണം ചെയ്യുമ്പോൾ ഗോമൂത്രം കുടിച്ച തങ്ങൾക്ക് പനിമാറുമെന്ന് പറയുന്നവരെ IITയുടെ തലപ്പത്ത് വയ്ക്കുന്ന ഈ നാട്ടിൽ ഈ ജ്യോതിഷം പഠിപ്പിച്ചാൽ മതിയെന്നും സംസ്കൃതത്തിലൂടെ ജ്യോതിഷവും ആചാരവും പഠിപ്പിച്ചാൽ മതിയെന്നും പറയുന്ന BJP-യുള്ള ഈ നാട്ടിൽ നമ്മുടെ പബ്ലിക് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ പോയിന്റ് സ്വീഡന് 100 ആയിരിക്കെ, ഡെൻമാർക്കിന് 100 ആയിരിക്കെ, UK 96 പോയിന്റ് ആയിരിക്കെ നമുക്ക് 4.3 നമ്മുടെ സ്കോർ, പബ്ലിക് എഡ്യൂക്കേഷൻ സ്കോർ 4.3. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളുടെ തെക്കേ ഇന്ത്യയിലെ QS വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഇൻഡെക്സ് എടുത്തു നോക്കിയാൽ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ 10 ഇന്ത്യയിൽ നിന്ന് ഒരു സ്ഥാപനം പോലുമില്ല. തെക്കേ ഏഷ്യയിലാണ്. ഏഷ്യയിൽ പോലും ഇന്ത്യയിൽ നിന്നുള്ള ഒരു രാജ്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏഷ്യയിൽ നിന്ന് ഉള്ള മൊത്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആദ്യത്തെ ഏറ്റവും മികച്ച 10 സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയും പ്രാതിനിധ്യമില്ല. അവിടെ ആദ്യത്തെ സ്ഥാനം വരുന്നത് 30ാമത്തെ റാങ്കാണ് IIT ഡൽഹി. അതിനുശേഷം 200 റാങ്കിൽ വരുന്ന 3 സ്ഥാപനങ്ങളേ ഉള്ളൂ. IIT ഡൽഹി, IIT മുംബൈ, IIT മദ്രാസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏഷ്യയിലെ കാര്യമാണ് ഞാൻ, ലോകത്തെ കാര്യമല്ല പറഞ്ഞത്. ഏഷ്യയിലെ
ഏഷ്യയിലേത് പോലും ആദ്യത്തെ 200 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്രയും സ്ഥാപനങ്ങളെ ഉള്ളൂ. എവിടെ എത്തി നിൽക്കുന്നു JNU? എവിടെ എത്തി നിൽക്കുന്നു ഡൽഹി യൂണിവേഴ്സിറ്റി? ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പല കോഴ്സുകൾക്കും കുട്ടികൾ പഠിക്കാൻ വരാത്ത സാഹചര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആകെ കുളം തോണ്ടി, ഉന്നത വിദ്യാഭ്യാസ മേഖല മാത്രമല്ല വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങളിൽ കൂടി കടന്നു കയറി വിദ്യാർത്ഥികളോട് ഇനിയും പോരാടാനാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ IC ഘോഷിനെ പോലെ എണ്ണം പറഞ്ഞ പെൺകുട്ടികളും ആൺകുട്ടികളും അടങ്ങുന്ന ജെൻസി തലമുറ ഇവരുടെ മുന്നിൽ അങ്ങോട്ട് തലയുയർത്തി നിൽക്കുമെന്നുള്ളതാണ്. ഓരോ ഇടത്തു നിന്നും ജെൻസികൾ ഓരോ പൊതുവിഷയത്തിലേക്ക് കടന്നു വന്നാൽ തീരാവുന്ന അഹങ്കാരവും ധാർഷ്ട്യവും ഏകാധിപത്യവും മാത്രമേ ഈ സർക്കാരിന് അവശേഷിച്ചിട്ടുള്ളൂ. ആ കരുത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് നാളിതുവരെയായിട്ടും ഈ കുട്ടികളെ ഒന്ന് ഈ ഇൻസ്റ്റാഗ്രാമിലെ ക്യാമറയിലൂടെ ചലിച്ചു വെച്ച ക്യാമറ ആംഗിളിലൂടെ അല്ലാതെ നേരിട്ട് നിന്ന് മുഖാമുഖം അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ പോയത്. പാഠം പഠിക്കുന്നില്ല കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കുന്നത്. Meet the editors.